നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. ഈ വാരത്തിൽ ധനരാശിയിൽ ഗ്രഹങ്ങളുടെ 2-ൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 4-ൽ ശനി, 5-ൽ ചന്ദ്രൻ, 7-ൽ വ്യാഴം. ധനുരാശി എന്നതിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. മൂലം, പുരാണം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം പ്രായണ സന്താന വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. യുവതികൾക്ക് ഗർഭിണികളാകാൻ വളരെ നല്ല സമയമാണ്. അപ്രകാരം സന്താനങ്ങൾക്ക് ഉപരിപഠനം, അവരുടെ യാത്ര, ഇതിന് വളരെ നല്ല സമയമാണ്. സന്താന സ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. വെളുത്ത പക്ഷത്തിലെ ബലവാനായ ചന്ദ്രനാണ്. യഥാ പഞ്ചമേയസ്യ നക്ഷത്രദാതോ ദദാതിക സന്താന സന്തോഷമേവ. 5-ൽ ചന്ദ്രൻ വരുമ്പോൾ മക്കൾക്ക് നല്ല സന്തോഷങ്ങൾ ഉണ്ടാകും. തനിക്ക് മക്കളെ കൊണ്ട് മതിയും നിർമ്മലാം രത്നലാഭഞ്ച ഭൂമി, തനിക്ക് നിർമ്മലമായ ബുദ്ധി ഉണ്ടാകും. റിസർച്ച് സ്കോളേഴ്സ്, ഗവേഷകർക്ക്, ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് യാത്രയും റെഡിയാവും, അതിൻ്റെ കാശും ഒത്തുകിട്ടും. രത്നലാഭഞ്ച ഭൂമി, ഭൂമി വാങ്ങാൻ വളരെ നല്ലതാണ്. വീട്, ഭൂമി അനുകൂലമായ സമയമാണെന്നറിയാം. കുസീതേന നാനാപ്തിയോ വ്യവസായം, കുസീതം പലിശ കൊണ്ട് വരവുണ്ടാകും. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്നവർക്ക് ഈ ഒരു വാരം അവിചാരിതമായ ലോട്ടറി അടിക്കും. ഗാംബ്ലേഴ്സിന് നല്ലതാണ് അവിചാരിതമായ ലോട്ടറി അടിക്കുക. വിദേശത്ത് പോയി വരുന്നവർക്ക് എയർപോർട്ടിലൊക്കെ പെട്ടെന്ന് അറിയാതെ ടിക്കറ്റ് എടുത്ത് കോടിപതിയാവാൻ നല്ല സമയമാണിത്. അതിന് നന്നായി ഉത്സാഹിക്കുക. കാരണം ഇവിടെ ധനസ്ഥാനത്ത് ചൊവ്വയുണ്ട്. ബുദ്ധിപരമായി ശ്രദ്ധിച്ചാൽ വളരെ അനുകൂലമാണെന്നറിയുക. 7-ൽ വ്യാഴമുണ്ട്. ചാരവശാലും വളരെ നല്ലതാണ്. പല അംഗീകാരങ്ങളും അവാർഡുകളും സർക്കാരിൻ്റെ പുരസ്കാരങ്ങളും. രാജഹസ്തേന കങ്കണം, രാജാവിൻ്റെ കൈകൊണ്ടാണ് കങ്കണം, പട്ടും വളയുമൊക്കെ ലഭിക്കുക. അതിന് വാരം വളരെ നല്ലതാണ്. അതിനാൽ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഉത്സാഹിക്കുക. ധനരാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർമ്മോദ്യത, അങ്ങേയറ്റം കർമ്മത്തിൽ ഉത്സാഹിക്കുന്നവരാണ് ധനരാശിക്കാർ. അതിനാൽ അവർ വിജയിക്കുവാൻ ഏറ്റവും നല്ല വാരമാണിതെന്ന് അറിയുക. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംബായസം, ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന കാളി മന്ത്രവും വളരെയധികം ഉപകരിക്കും ധനരാശിക്കാർക്കെന്ന് പറയുന്നു. നന്ദി, നമസ്തേ.